ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തേർഡ് മൊഡ്യൂളിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫാനോ ഫ്ലോയും അതുപോലെ റെയിലേ ഫ്ലോയും. സോ നിങ്ങളിത് പഠിക്കുമ്പോൾ രണ്ടും കമ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ സിമിലർ ഉണ്ട്, കുറേ കാര്യങ്ങൾ ഡിഫറെൻറ്റും ഉണ്ട്. സോ അത് മാറിപ്പോകാൻ നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, രണ്ടും കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്താണ് ഫാനോ ഫ്ലോ എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു മൊഡ്യൂളാണ് കമ്പയർഡ് ടു സെക്കൻഡ് മൊഡ്യൂൾ. നോർമൽ ഷോക്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻസും പിന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു മൊഡ്യൂളിൽ അത്രക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള യാതൊരു ഡെറിവേഷൻ ഉണ്ടെങ്കിലും അത്രക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡെറിവേഷനും ലെങ്ത് ഡെറിവേഷനും ഒന്നുമില്ല. പ്രോബ്ലംസ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന പ്രോബ്ലംസ് ആണ്. സോ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ കൂടെ കറക്റ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു മൊഡ്യൂളിലെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു ക്ലാസ് വളരെ വ്യക്തമായി തന്നെ കേട്ടുകൊള്ളുക, കാരണം നമുക്ക് ചെയ്യേണ്ട പ്രോബ്ലത്തിൻ്റെ പല കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ആദ്യം തന്നെ ഫാനോ ഫ്ലോ നോക്കാം. ഫാനോ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഇൻ എ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് വിത്ത് ഫ്രിക്ഷൻ. ആ വിത്ത് ഫ്രിക്ഷൻ ഞാനിവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് ഫ്രിക്ഷൻ in the absence of work and heat transfer across the boundary is known as Fanno flow. ഞാൻ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിത്ത് ഫ്രിക്ഷനും ഇൻ ദി ആബ്സെൻസ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഫാനോ ഫ്ലോയിലെ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോയിൽ എന്തായിരുന്നു പഠിച്ചത്? അവിടെ നമ്മൾ ഫ്രിക്ഷൻ്റെ എഫക്ട്സ് കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ? പക്ഷെ നമുക്കറിയാം എല്ലാ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലും ഫ്രിക്ഷൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് അറിയാം അല്ലേ? അപ്പോൾ നമുക്കൊരു ആക്ച്വൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫിൽ നമുക്കൊരു ഫ്ലോൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ അനാലിസിസും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഫ്രിക്ഷൻ്റെ ഇൻഫ്ലുവൻസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് അതിൻ്റെ അനാലിസിസ് പാർട്ട് ചെയ്യാൻ. സോ അവിടെയാണ് നമ്മൾ ഈ ഒരു ഫാനോ ഫ്ലോൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. സോ നിങ്ങൾ ആദ്യം എന്ത് പഠിക്കുക? ഈ ഒരു ഫാനോ ഫ്ലോൻ്റെ ഡെഫിനേഷൻ വ്യക്തമായി തന്നെ പഠിക്കുക. എന്താണത് പറയുന്നത്? ഫ്ലോ ഇൻ എ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് വിത്ത് ഫ്രിക്ഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് ട്രാൻസ്ഫർ അക്രോസ് ദി ബൗണ്ടറി ഈസ് നോൺ ആസ് ഫാനോ ഫ്ലോ. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. വിത്ത് ഫ്രിക്ഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് വർക്ക് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ട ഒരു കോഡ് പോലെ യൂസ് ചെയ്യാം. ഫാനോ ഫ്രിക്ഷൻ, ഫാനോ ഫ്രിക്ഷൻ, ഫാനോ ഫ്രിക്ഷൻ, രണ്ടും എഫ് അല്ലേ? സോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെയിലേ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇത് ഓക്കെ ആയിട്ട് തോന്നിയെങ്കിലും റെയിലേ പഠിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എഫ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഫ്രിക്ഷൻ ഫാനോ ഫ്ലോയിലാണെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഉണ്ടാകും, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഓക്കെ, സോ അതിനെ നമുക്ക് സിംപ്ലി ആയിട്ട് എന്താണ് പറയാം? ഈ ഫാനോ ഫ്ലോയിൽ തന്നെ സിംപ്ലി തെർമോഡൈനാമിക്കലി നമുക്ക് എന്ത് പറയാം? ഇറിവേഴ്സിബിൾ അഡിയാബാറ്റിക് ഫ്ലോ എന്ന് പറയാം. എന്താണ് ഇറിവേഴ്സിബിൾ അഡിയാബാറ്റിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ? ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറിവേഴ്സിബിലിറ്റിക്ക് മെയിൻ കാരണമാണ് ഫ്രിക്ഷൻ അല്ലേ? അപ്പോൾ ഇറിവേഴ്സിബിൾ ഫ്ലോയിൽ എന്താണ്? ഫ്രിക്ഷൻ്റെ എഫക്ട്സ് ഉണ്ടാവും. അഡിയാബാറ്റിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തെർമോഡൈനാമിക്കലി ഇങ്ങനെയും പറയാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഈ ഒരു ഫാനോ ഫ്ലോൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഏതൊക്കെ മേഖലകളിലാണ് നമ്മളിതിനെ യൂസ് ചെയ്യാറെന്നുള്ളതാണ്. ഒന്നാമത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഫ്ലോ ഒക്കേഴ്സ് ഇൻ മെനി ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ് എന്നുള്ളത്. അതായത് നമ്മൾ പല ഇൻഡസ്ട്രി പ്ലാന്റ്സിലും യൂസ് ചെയ്യാറുണ്ട്. അതായത് സപ്പോസ് നമുക്കൊരു റിഫൈനറി ഉണ്ട്. ആ റിഫൈനറിൽ നമുക്കൊരു LPG ഗ്യാസ് നമുക്ക് പമ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. ദൂരെ കുറേ ഹൗസ് ഹോൾഡിലേക്ക്, വീടുകളിലേക്ക് സപ്ലൈ പമ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രിക്ഷൻ ഫാക്ടർ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എത്രത്തോളം പമ്പിംഗ് പവർ വേണമെന്നും അതുപോലെ എത്ര മാസ് ഫ്ലോയിൽ പമ്പ് ചെയ്യണമെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫ്രിക്ഷൻ്റെ എഫക്ട്സ് മനസ്സിലാക്കിയാൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു കേസുകളിലൊക്കെയാണ് നമ്മൾ ഈ ഫാനോ ഫ്ലോൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷനിലും പിന്നെ അതുപോലെ എയർ കണ്ടീഷനിലും നമുക്കറിയാം വലിയ ഈ AC മാളുകളിലൊക്കെ എന്താണ് വലിയ ഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. എല്ലാ ഡക്റ്റിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ഫ്രിക്ഷൻ്റെ എഫക്ട്സ് ഉണ്ടാകും അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രിക്ഷൻ്റെ എഫക്ട്സ് കൺസിഡർ ചെയ്താൽ മാത്രമാണ് അവിടെയും പമ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ഡിസൈൻ നമുക്ക് കണ്ടെത്താൻ കഴിയുക. ഓക്കെ, പിന്നെ എന്താണ്? ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ഇൻ കെമിക്കൽ പ്രോസസ് പ്ലാന്റ്, പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് ടർബോ മെഷീനറി. അപ്പോൾ ഈ മേഖലകളിലെല്ലാം തന്നെ എന്താണ് ഫാനോ ഫ്ലോൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ അടുത്തായിട്ട് നമുക്കുള്ളത് ഫാനോ കർവ്സ് ഇൻ HS പ്ലെയിൻ. നമുക്ക് ഈ ഒരു ഫാനോ ഫ്ലോനെ HS പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യണം. അതിനു മുമ്പ് വ്യക്തമായിട്ട് തന്നെ ഈ അസംഷൻസ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, കാരണം ഈ അസംഷൻസ് ഇതിനു മുന്നേ ചോദിച്ചതാണ്. ഓക്കെ, നമ്മൾ ഈ ഫാനോ ഫ്ലോയിൽ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ അസംഷൻസ് ആണ് നമ്മൾ മെയ്ഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം.
ഡക്റ്റിൻ്റെ ഏരിയ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഡക്റ്റിൻ്റെ ഏരിയ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. അതായത് പൈപ്പോ അല്ലെങ്കിൽ ഡക്റ്റുകളൊക്കെ ആയിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. അല്ലാതെ നോസിലും ഡിഫ്യൂസറൊന്നും ഇവിടെ കയറി വരില്ല. കാരണം എന്താണ്, നോസിലും ഡിഫ്യൂസറിലൊക്കെ വേരിയബിൾ ഏരിയ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റുകളായിരിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ അസംഷൻ. ഇനി മറ്റൊരു അസംഷനാണ് വൺ ഡയമെൻഷൻ ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ. ഫ്രിക്ഷനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. എന്താണ് വൺ ഡയമെൻഷൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ, അത് മറ്റു ഡയറക്ഷനിലേക്ക് ഒന്നും തന്നെ അതിന് ഫ്ലോ ഉണ്ടാകില്ല എന്ന്. അതായത് അതിപ്പോൾ ഈ ഒരു എക്സ് ഡയറക്ഷനിൽ മാത്രമായിരിക്കും ഫ്ലോ ഉണ്ടാകുക. മോളിക്യൂൾസ് ഒക്കെ തന്നെ ആ ഒരു ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. വേറെ വൈ ഡയറക്ഷനിലേക്കോ അതുപോലെ സെഡ് ഡയറക്ഷനിലേക്കോ ഒന്നും തന്നെ അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്നാണ് ആ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, പെർഫെക്റ്റ് ഗ്യാസ് വിത്ത് കോൺസ്റ്റന്റ് സ്പെസിഫിക് ഹീറ്റ് ആൻഡ് മോളിക്കുലർ വെയിറ്റ്. അപ്പം ഈ ഒരു ഗ്യാസ്, നമ്മുടെ ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഗ്യാസ് എന്താണ്, പെർഫെക്റ്റ് ഗ്യാസും ആയിരിക്കണം. പിന്നെ സ്പെസിഫിക് ഹീറ്റ്സും മോളിക്കുലർ വെയിറ്റും കോൺസ്റ്റന്റ് ആയിരിക്കണം. അതെന്താ ഉദ്ദേശിച്ചത്, അതായത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്പെസിഫിക് ഹീറ്റും മോളിക്കുലർ വെയിറ്റിൻ്റെയും അതുപോലത്തെ പ്രോപ്പർട്ടീസും തന്നെ മാറരുതെന്നാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അഡിയാബാറ്റിക് ഫ്ലോ ആയിരിക്കണം. അത് നമ്മൾ ഫാനോ ഫ്ലോൻ്റെ ഡെഫിനേഷൻ തന്നെ ഉള്ളതാണ്. എന്തായാലും അത് നമ്മളൊരു അസംഷനാണ്. ഓക്കെ, ആബ്സെൻസ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ ആൻഡ് ബോഡി ട്രാൻസ്ഫർ. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇത് മൂന്നുമാണ് ഇല്ല, ഈ ഒരു 5 അസംഷൻസ് ആണ് നമ്മൾ ഫാനോ കർവ് വരയ്ക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇനി ഞാൻ എടുക്കാൻ പോകുന്ന കുറച്ച് ചെറിയൊരു ഈ കർവ് പ്ലോട്ട് ചെയ്യാനുള്ള ഗവേണിംഗ് ഇക്വേഷൻസ് ഉണ്ട്. ആ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വ്യക്തമായി തന്നെ എൻ്റെ കൂടെ ഫോളോ ചെയ്ത് പഠിക്കുക. എക്സാമിന് ഹൈ പ്രോബിലിറ്റി ഉണ്ട് ചോദിക്കാനും ഇതിനു മുമ്പ് ചോദിച്ചതുമാണ്. ഓക്കെ, അപ്പോൾ ഇതിനും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫ്രം കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്തായിരുന്നു നമുക്കറിയാം, എം ഡോട്ട് ഈക്വൽ ടു റോ എ സി ആയിരുന്നു അല്ലേ. ഇല്ലെങ്കിൽ എം ഡോട്ട് ബൈ എ ഈക്വൽ ടു റോ സി അല്ലേ, ഈക്വൽ ടു ജി എന്നുള്ളൊരു ടേമിനെ ആയിട്ട് ഞാൻ ഇതിനെ മാറ്റി എഴുതി. റോ സിനെ ഞാൻ കമ്പൈൻ ചെയ്തിട്ട് ജി എന്നുള്ള ടേംസിലേക്കാക്കി എഴുതി. ഓക്കെ, റോ സി ഈക്വൽ ടു ജി. ഈ ജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, മാസ് ഫ്ലോ ഡെൻസിറ്റിയാണ്. ഓക്കെ, മാസ് ഫ്ലോ ഡെൻസിറ്റി. ഓൾ റൈറ്റ്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സീനെ എന്ത് ചെയ്താം, ജി ബൈ റോ എന്നും എഴുതാം ഫോർ ദ ടൈം ബി. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് എനർജി ഇക്വേഷൻ എടുക്കാം. ഫ്രം എനർജി ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, എനർജി ഇക്വേഷൻ പ്രകാരം എച്ച് നോട്ട് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് സി സ്ക്വയർ ബൈ 2 ആണെന്ന് പറയാം അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സി സ്ക്വയർ ബൈ 2നെ സി ഈക്വൽ ടു ജി ബൈ റോ എന്നുള്ള ടേമിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എച്ച് നോട്ട് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് ജി സ്ക്വയർ ബൈ 2 റോ സ്ക്വയർ. ഓക്കെ, 2 റോ സ്ക്വയർ എങ്ങനെ വന്നത്, നമുക്കറിയാം സി ഈക്വൽ ടു ജി ബൈ റോ എന്ന് പറയാം അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു ജി സ്ക്വയർ ബൈ 2 റോ സ്ക്വയറിനെ എൽ എച്ച് എസിലേക്ക് എടുത്ത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എച്ച് ഈസ് ഈക്വൽ ടു എച്ച് നോട്ട് മൈനസ് ജി സ്ക്വയർ ബൈ 2 റോ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം തെർമോഡൈനാമിക്സ് പ്രകാരം ഫ്രം ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമുക്ക് ഡെൻസിറ്റിയെ എൻട്രോപ്പിൻ്റെയും എൻതാൽപ്പിൻ്റെയും ഫംഗ്ഷനായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പ്രകാരം. ഓക്കെ, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പ്രകാരം ഡെൻസിറ്റിയെ ഞാൻ എൻട്രോപ്പിയുടെയും എൻതാൽപ്പിൻ്റെയും ഫംഗ്ഷനായിട്ട് ഇവിടെ എഴുതി. ഇനി ഞാൻ ഈ സംഭവം ഈ ഡെൻസിറ്റീൻ്റെ ഫംഗ്ഷനെ ഞാൻ ഈ എൻതാൽപ്പിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എച്ച് ഈക്വൽ ടു എച്ച് നോട്ട് മൈനസ് ജി സ്ക്വയർ ബൈ 2 ഇൻറ്റു എഫ് ഓഫ് എസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയാം, ഫാനോ ലൈൻ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, ദി എബോവ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഫാനോ ലൈൻ ഇക്വേഷൻ. ഇനി നമ്മൾ ഈ ജിക്കും എച്ച് നോട്ടിനും വേരിയസ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഫാനോ ലൈനിന് എച്ച് എസ് കർവിൽ നമുക്ക് പ്ലോട്ട് ചെയ്താൽ ഏകദേശം നമുക്ക് ഇങ്ങനൊരു ഫിഗർ കിട്ടും. ഓക്കെ,
സോ നമ്മൾ ആ ഒരു ഇക്വേഷനിലെ ജിക്കും റോക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു എച്ച് എസ് കർവ് കിട്ടും. സോ ഇവിടെ ഈ കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ റെഡിങ് കൊണ്ട് വരച്ച ലൈനാണ് നമ്മുടെ എന്ത് ഫാനോ ലൈൻ എന്ന് കിട്ടുക. ഓക്കെ, ഫാനോ ലൈൻ. ഓക്കെ, ആ ഫാനോ ലൈൻ ഇക്വേഷനിൽ നമ്മൾ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കർവാണ് ഫാനോ ലൈൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ ഒരു പീക്ക് പോയിന്റ് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു പീക്ക് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് ഞാൻ എഫ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് ഇവിടെ മറ്റൊരു പോയിന്റ് ഉണ്ട് ബി, അതുപോലെ ഇവിടെ മറ്റൊരു പോയിന്റും ഞാനിവിടെ മാർക്ക് ചെയ്ത്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ശ്രദ്ധിക്കാം, ഈ ബി ടു എഫ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഉള്ള ഫ്ലോ ആണ് എന്ത് സൂപ്പർ സോണിക് ഫ്ലോ. ഓക്കെ, സൂപ്പർ സോണിക് ഫ്ലോ അവിടെ എന്താണ് മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി എ ടു എഫ് എന്നുള്ള സെക്ഷൻ കണ്ടോ, അവിടെ ഉള്ള ഫ്ലോ ആണ് എ ടു എഫ്. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ഫ്ലോ ആണ് എന്ത് സബ്സോണിക് ഫ്ലോ. ഓക്കെ, ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഇതിൽ നമുക്ക് ഈ ഒരു ഫാനോ കർവിനെ നമ്മൾ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാണ്. എന്തൊക്കെയാണ് 2 സെക്ഷൻ? ബി ടു എഫ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ബി ടു എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സൂപ്പർ സോണിക് ആണ്, സൂപ്പർ സോണിക് സെക്ഷൻ ആണ്. അതുപോലെ എ ടു എഫ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. എ ടു എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സബ് സോണിക്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട പോയിന്റിലേക്ക് പറഞ്ഞു വരാം. സപ്പോസ് നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് ഒരു ഡക്റ്റിലൂടെ സബ് സോണിക് ഫ്ലോയിൽ ഒരു ഗ്യാസ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? സബ്സോണിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ എ ടു എഫ് ആണ് അല്ലേ, സബ്സോണിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ എ ടു എഫ് ആണ്. ആ ഫിഗറിലേക്ക് നോക്കുക, എ ടു എഫ് ആണ് സബ്സോണിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ സബ്സോണിക് ഫ്ലോയിൽ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കാരണം എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ വെലോസിറ്റി കൂടിയിട്ട് എഫ് എന്നുള്ള പോയിന്റ് എത്തി അല്ലേ. ആ എഫ് എന്നുള്ള പോയിന്റ് ആണ് എന്ത്, എഫ് എന്നുള്ള പോയിന്റ് ആണ് സോണിക്. ഓക്കെ, സോണിക് പോയിന്റ്. അവിടെ എന്താണ് മാക് നമ്പർ 1 ആണ് അല്ലേ. ആദ്യം ഞാനിവിടെ എടുക്കുന്നത് എ ടു എഫ് എന്നുള്ള സബ്സോണിക് ഫ്ലോ ആണ് എടുക്കുന്നത്. അതായത് ഒരു ഡക്റ്റിൻ്റെ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റിൽ കൂടെ സബ്സോണിക് ഫ്ലോയിൽ ഒരു ഗ്യാസ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് കരുതുക, അവിടെ ഫ്രിക്ഷനും ഉണ്ടെന്ന് കരുതുക. അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കാരണം സബ്സോണിക് ഫ്ലോൻ്റെ സ്പീഡ് കൂടി മാക് നമ്പർ 1 വരെ എത്തും. ഓക്കെ, മാക് നമ്പർ 1 വരെ എത്തും. അതാണ് ഈ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻ സബ്സോണിക് ഫ്ലോയിൽ പറയുന്നത്. ഇനി സൂപ്പർ സോണിക് ഫ്ലോയിൽ നോക്കുക. സൂപ്പർ സോണിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ബി എഫ് എന്നുള്ള കർവാണ് ഇവിടെ ഉള്ളത് അല്ലേ. സപ്പോസ് ഒരു കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റിൽ സൂപ്പർ സോണിക് ഫ്ലോയിൽ ഗ്യാസ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് കരുതാം. അപ്പോൾ ഈ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കാരണം അവിടെ എന്ത് സംഭവിക്കും? ഈ ഗ്യാസിൻ്റെ വെലോസിറ്റി, അതായത് സപ്പോസ് ഇനീഷ്യലി അത് ഒരു 2 മാക് നമ്പറിലാണ് പോയിരുന്നതെങ്കിൽ അതിൻ്റെ ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കാരണം സംഭവിക്കും, അതിൻ്റെ മാക് നമ്പർ 1 വരെ കുറഞ്ഞു വരും. സോ ഇതാണ് ഒരു ഫാനോ ഫ്ലോ പ്രകാരം ഒരു സബ്സോണിക് ഫ്ലോയിലും സൂപ്പർ സോണിക് ഫ്ലോയിലും ചേഞ്ച് സംഭവിക്കുന്നത്. ഓക്കെ, വെലോസിറ്റിയിൽ വരുന്ന വേരിയേഷൻ ഇങ്ങനെയാണ്. സബ്സോണിക് ഫ്ലോയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കാരണം വെലോസിറ്റി കൂടി പ്രഷർ കുറഞ്ഞ് അത് സോണിക് കണ്ടീഷനിൽ എത്തും. ഓക്കെ, സൂപ്പർ സോണിക് ഫ്ലോയിലാണ് എന്ത് സംഭവിക്കും? അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് പ്രഷർ കൂടി സോണിക് കണ്ടീഷനിൽ എത്തും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ സൂപ്പർ സോണിക് എ ടു എഫ് എന്ന് തിരിച്ച് എഫ് ടു ബിയിലേക്ക് തിരിച്ചു പോകുമോ? അതായത് ഇപ്പോൾ ഒരു സബ്സോണിക് ഫ്ലോയിലുള്ള ഒരു ഫ്ലൂയിഡ് അത് സോണിക് കണ്ടീഷനിലെത്തി സോണിക് കണ്ടീഷൻ തിരിച്ച് സൂപ്പർ സോണിക്കിലേക്ക് പോകുമോ? അതായത് ഈ ഒരു ഡയറക്ഷനിലുള്ള കർവ് പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് ആ ഒരു ഡയറക്ഷനിലുള്ള കർവ് വരാത്തത്? കാരണം നമുക്കറിയാം എന്ത്, ആ ഒരു ഡയറക്ഷനിൽ എൻട്രോപ്പി കുറയാണ് അല്ലേ. എൻട്രോപ്പി കുറഞ്ഞിട്ടുള്ള ഒരു റിയൽ പ്രോസസ്സും നേച്ചറിൽ ഒക്കെ ചെയ്യില്ല. അപ്പോൾ ഒരിക്കലും സബ്സോണിക്കിൽ നിന്ന് സൂപ്പർ സോണിക്കിലേക്ക് ആവില്ല. അത് മാക്സിമം പോകാൻ പറ്റുന്നത് എവിടെയാണ്? മാക് നമ്പർ 1 വരെയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. സൂപ്പർ സോണിക് ഫ്ലോയിൽ പാസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിന് സോണിക് വരെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം തിരിച്ച് സബ്സോണിക്കിലേക്ക് വരാൻ പറ്റൂല. അതായത് ബിന്ന് ബി എഫ് എ എന്നുള്ള ഒരു ഫ്ലോ പോസിബിൾ അല്ല. കാരണം എന്താണ്, അവിടെ എഫ് ടു എ എന്താണ് എൻട്രോപ്പി കുറയാണ് ചെയ്യുന്നത് അല്ലേ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എന്താണെങ്കിലും എന്ത് ഫ്ലോ ആണെങ്കിലും അത് ഏത് വരെയാണ് പോവുള്ളൂ, ആ ഫ്ലോ മാക് നമ്പർ 1 എന്നുള്ള കണ്ടീഷൻ വരെ അതിന് ഫ്ലോ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇതിൽ നിന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ അത് ഞാൻ ഇവിടെ നിന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അതൊന്ന് എഴുതി വെക്കുക. ഓക്കെ, സോ ആദ്യത്തെ പോയിന്റ് എന്താ പറയുന്നത് നോക്കാം. ഇൻ സബ്സോണിക് റീജിയൻ AF, ആ റീജിയൻ നോക്കാം, ദ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻക്രീസസ് ദ വെലോസിറ്റി ആൻഡ് ഡിക്രീസസ് ആൻഡ് ഗോസ് അപ് ടു ദ മാക്സിമം പോയിന്റ് F, അതായത് സോണിക് പോയിന്റ് വരെ അതിൻ്റെ വെലോസിറ്റി സബ്സോണിക്കിൻ്റെ കേസിലാണെന്ന് വെച്ചാൽ കൂടിയിട്ട് ആ ഒരു പോയിന്റ് എത്തുന്ന വരെ കൂടിക്കൊണ്ടിരിക്കും, എന്നിട്ട് അതിനുശേഷം സ്റ്റേബിളായി നിൽക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുക നോക്കാം. ഇൻ ദി സൂപ്പർസോണിക് റീജിയൻ BF, ദ എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ ഡിക്രീസസ് ദി വെലോസിറ്റി ആൻഡ് ഇൻക്രീസസ് ദ പ്രഷർ ആസ് ഇറ്റ് ഗോസ് അപ് ടു ദി സോണിക് പോയിന്റ്. സോണിക് പോയിന്റ് വരുന്നത് വരെ അതെന്താണ്, അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരും, പക്ഷേ പ്രഷർ കൂടി വരികയും ചെയ്യും. ഓക്കെ, ആൻഡ് അടുത്ത പോയിന്റ് എന്താ പറഞ്ഞു നോക്കാം. ദ പ്രോസസ് F to A ആൻഡ് F to B ഇമ്പോസിബിൾ ആണ്. എന്താണ്, നെഗറ്റീവ് എൻട്രോപ്പിയാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായും ഇമ്പോർട്ടൻ്റ് ആയി തന്നെ അറിഞ്ഞിരിക്കുക. ഈ ഫാനോ ഫ്ലോൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു സെക്ഷൻ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഈ സോണിക് പോയിന്റിൽ ഞാൻ പറഞ്ഞു മാക് നമ്പർ 1 ആണെന്നുള്ളത്, അതെടുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക. ഈ ഒരു സ്ലൈഡാണ് ശരിക്കും ഫാനോ ഫ്ലോൻ്റെ കോറെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? സോ അടുത്തായിട്ട് നമുക്ക് എടുക്കാനുള്ളൊരു കാര്യമാണ് ഫാനോ ഫ്ലോ ഫോർ വേരിയസ് വാല്യൂസ് ഓഫ് മാസ് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. സോ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഡിഫറെൻറ്റ് മാസ് ഫ്ലോ ആയിട്ട് വേണ്ടി ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് G മാസ് ഫ്ലക്സ് ഡെൻസിറ്റി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനത്തെ സീരീസ് ഓഫ് ഫാനോ കർവ്സ് കിട്ടും. ഓക്കെ, ഈ വരച്ചിരിക്കുന്നതൊക്കെ തന്നെ എന്താണ്, ഫാനോ കർവ്സ് ആണ്. ഓക്കെ, ഫാനോ കർവ്സ് കിട്ടും, നമുക്ക് ഫാനോ കർവ്സ് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് G കൊടുത്താൽ ഇങ്ങനത്തെ കോൺസെൻട്രിക് ആയിട്ടുള്ള കുറേ ഫാനോ കർവ്സ് കിട്ടും. ഈ ഒരു ഡയറക്ഷനിലാണ് G ഇൻക്രീസ് ചെയ്യുന്നത്, അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, G ഇൻക്രീസിങ്. ഓക്കെ, അപ്പോൾ ഇന്നർ റേഡിയസിലായിരിക്കും ഏറ്റവും ഹൈ വാല്യൂ ഓഫ് G ഉണ്ടായിരിക്കുക, മാസ് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, ആൻഡ് ഈ ഒരു സെഷനിൽ അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് എന്ത്, ഞാൻ കഴിഞ്ഞ സ്ലൈഡ് പറഞ്ഞു എന്താണ്, ഈ HS ഡയറത്തിൽ മാക്സിമം എൻട്രോപ്പി പോയിന്റ് ആണ് ഇതെന്ന് പറഞ്ഞത് അല്ലേ. ഇതാണ് നമ്മുടെ മാക്സിമം എൻട്രോപ്പി പോയിന്റ്. ഈ മാക്സിമം എൻട്രോപ്പി പോയിന്റിൽ മാക് നമ്പർ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് 5 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ അതെങ്ങനെയാണ് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് മാക്സിമം എൻട്രോപ്പി പോയിന്റ് എന്നുള്ള ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്താ പറയാം, ഫ്രം കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം എന്ത്, M/A അല്ലെങ്കിൽ M/A ഈക്വൽ ടു റോ സി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇവിടെ എന്തുകൊണ്ട് ഞാൻ M/A എന്ന് എടുക്കാൻ പറഞ്ഞു കാരണം, സാധാരണ M ഡോട്ട് ഈക്വൽ ടു റോ AC എന്നല്ല പറയാറ്. ഇവിടെ M/A എടുക്കാൻ കാരണം എയും ഇവിടെ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പം M.A എന്ന് പറഞ്ഞാലും അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം റോ സി ഈക്വൽ ടു കോൺസ്റ്റന്റ് നമുക്ക് കിട്ടും അല്ലേ. ഓർ ഞാൻ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു, ഈ റോ സി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഈക്വൽ ടു 0 അല്ലേ. അപ്പം ഈ ഒരു ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത്, ഇനി അതുപോലെ നമുക്ക് എനർജി ഇക്വേഷൻ പ്രകാരം എന്ത് ചെയ്താം, ഫ്രം എനർജി ഇക്വേഷൻ. ഈ എനർജി ഇക്വേഷനും കണ്ടിന്യൂറ്റി ഇക്വേഷനും എല്ലാ ഡെറിവേഷനും വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഓക്കെ, മിക്കവാറും എല്ലാ ഡെറിവേഷനും ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക അറ്റ്ലീസ്റ്റ്. അപ്പം എനർജി ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്താം, H0 ഈക്വൽ ടു H പ്ലസ് C²/2 ഈക്വൽ ടു, അതും കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക.
ഓൺ ഡിഫറൻഷിയേറ്റിംഗ് നമുക്ക് എന്ത് കിട്ടും? ഡി എച്ച് പ്ലസ് സി ഡി സി ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും അല്ലേ? അതുപോലെ ഫോർ ഐസെൻട്രോപിക് ഫ്ലോ നമുക്ക് എന്ത് പറയാം? ഐസെൻട്രോപിക് ഫ്ലോനെ സംബന്ധിച്ചിടത്തോളം ഡി എച്ച് ഈസ് ഇക്വൽ ടു ഡി പി ബൈ റോ ആയിരിക്കും. ഡി എച്ച് ഈസ് ഇക്വൽ ടു ഡി പി ബൈ റോ ആണ്. ഓക്കെ, ട്വിൻ ടി ഡി എസ് ഇക്വേഷനിൽ ടി ഡി എസ് ഇക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നൊരു വാല്യൂ ആണിത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആൻഡ് ഈ ഒരു സ്ലൈഡിലുള്ള വാല്യൂസും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഡി എച്ചിൻ്റെ സ്ഥാനത്ത് ഡി പി ബൈ റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഡി പി ബൈ റോ പ്ലസ് സി ഡി സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓർ ഡി പി ബൈ റോ ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് സി ഡി സി ഓർ എന്താണ്? ഡി സി ഈക്വൽ ടു മൈനസ് ഡി പി ബൈ റോ സി എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ആൻഡ് ഈ ഒരു ഇക്വേഷൻ ഞാൻ 2 എന്ന് എടുത്ത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 in 1. ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇക്വേഷൻ? 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? റോ ഡി സി പ്ലസ് സി ഡി റോ ഈക്വൽ ടു 0 എന്നായിരുന്നു അല്ലേ? അപ്പം നമ്മൾ ആ ഡി സിൻ്റെ സ്ഥാനത്ത് ഇവിടെ മൈനസ് ഡി പി ബൈ റോ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കിട്ടും നോക്കാം. റോ ഇൻറ്റു മൈനസ് ഡി പി ബൈ റോ സി പ്ലസ് സി ഡി റോ ഈക്വൽ ടു 0 അല്ലേ? ഇല്ലെങ്കിൽ സി ഡി റോ ഈക്വൽ ടു ഡി പി ബൈ സി കിട്ടും അല്ലേ? ഓർ നമുക്ക് എന്ത് ചെയ്താം? ഓർ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി പി ബൈ ടി റോ എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഞാൻ അതിനെ വീണ്ടും ഒന്നുകൂടെ ഇവിടേക്ക് എടുത്ത് എഴുതാണ്. സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി പി ബൈ ഡി റോ അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. ഈ എസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എൻട്രോപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു ഡി പി ബൈ ഡി റോ അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി എസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. അതുപോലെ നമുക്ക് എന്താ പറയാം? ബട്ട് വി ഓൾറെഡി നോ എന്ത്? വെലോസിറ്റി ഓഫ് സൗണ്ട് അല്ലെങ്കിൽ അക്കോസ്റ്റിക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി പി ബൈ ഡി റോ അറ്റ് എൻട്രോപ്പി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇത് നമ്മൾ മുന്നേ പഠിച്ചൊരു ഡെറിവേഷൻ ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. സോ അത് നോക്കുക. എന്തായാലും അത് പ്രകാരം നമുക്കും അക്കോസ്റ്റിക് വെലോസിറ്റിയും അതുപോലെ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡും സെയിം ആണെന്ന് കിട്ടി അല്ലേ? ദെയർഫോർ നമുക്കൊന്നുകൂടെ എഴുതി വെക്കാം. എന്താണ്? സി ഈക്വൽ ടു എ ഈക്വൽ ടു എന്താണ്? സി ഈക്വൽ ടു എ ഈക്വൽ ടു എന്നാൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈക്വൽ ടു അക്കോസ്റ്റിക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുക നമുക്ക്? റൂട്ട് ഓഫ് ഡി പി ബൈ ഡി റോ അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് സി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും മാക് നമ്പർ ഈക്വൽ ടു 1 എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? വിച്ച് ഇംപ്ലൈസ് എന്താണ്? മാക് നമ്പർ ഈക്വൽ ടു 1 അല്ലേ? സി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? മാക് നമ്പർ ഈക്വൽ ടു 1 ആണ് അല്ലേ? നമുക്കറിയാം മാക് നമ്പർ എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണ്. അപ്പം ഈ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫാനോ കർവ് എച്ച് ഡയറത്തിൽ വീണ്ടും പ്ലോട്ട് ചെയ്തിട്ട് ആ ഒരു പോയിന്റ് ഇവിടെ ജസ്റ്റ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞുതരാം. ശരിക്കും നിങ്ങൾ നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ഫിഗർ തന്നെ ഇൻക്ലൂഡ് ചെയ്യണത്. ഫോർ ദ ടൈം ബി നിങ്ങളിവിടെ ഒന്ന് നോക്കുക. ഇവിടെ എന്താണ്? ഇതാണ് നമ്മുടെ മാക്സിമം എൻട്രോപ്പി പോയിന്റ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ മാക് നമ്പർ 1 എങ്ങനെ വന്നതെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് വന്നത്? ഇവിടെ സിയും എൻ്റെയും വാല്യൂ സെയിം ആണ്. ആൻഡ് ഇവിടെ എൻട്രോപ്പി എന്താണ്? മാക്സിമം ആണ്. ഓക്കെ, ആൻഡ് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തത്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഡെറിവേഷനും അറ്റ് ദി മാക്സിമം എൻട്രോപ്പി പോയിന്റ് എന്താണ്? മാക് നമ്പർ ഈക്വൽ ടു 1 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല, പക്ഷേ നമ്മൾ റെയിൽവേ ലൈൻ പഠിക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. സോ അത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ ഇപ്പം തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ പഠിക്കുക. ഓക്കെ, സോ ഇതിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്താണ്? അറ്റ് ദി മാക്സിമം
എൻട്രോപ്പി പോയിന്റ് എഫ്, നമുക്കിവിടെ എഫ് എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എഫ് ഓൺ ഫാനോ ലൈൻ is sonic, അഥവാ m equal to 1 ആയിരിക്കും. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ആ വരച്ച കർവ് ഉള്ളത് പോലെ തന്നെ. എന്തൊക്കെയാണ്? അപ്പർ സൈഡിൽ സബ്സോണിക് അല്ലേ, ഇവിടെ m<1, ഇവിടെ m>1. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.